നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന് പെടുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടുപെടുന്നൊക്കെ അല്ലെ. നമ്മൾ ഇന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് ട്രെയിൻ എത്ര മണിക്കാന്ന് നമുക്ക് ചോദിക്കണം. ഫോണിലാണെങ്കിൽ തീരെ ചാർജും ഇല്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് ശരിയാക്കണം. അപ്പൊ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കാനും പറയാനും നോക്കാം. പൊതുവെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലെ, നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഇൻഫർമേഷൻ കൗണ്ടർ എന്ന് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ ഇയാളത്ത് പോയി ചോദിക്കാന്ന് വെച്ചിങ്ങനെ പോവാം. അപ്പോഴാണ് ഒരാൾ നമ്മൾ തട്ടിക്കൊണ്ട് പറയണത്, ഹേയ് ഡോണ്ട് കട്ട് ഇൻ ലൈൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇതെന്ത് സംഭവം. അപ്പോഴാണ് ഒരു വലിയ ക്യൂ ഇങ്ങനെ ഉണ്ട് ഇൻഫർമേഷൻ കൗണ്ടറിൽ. ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ ഉണ്ട്. നമ്മളാണെങ്കിൽ ഈ ക്യൂ ഒന്നും കാണാണ്ട് പരിഭ്രാന്തിയിൽ നേരെ പോയി ക്യൂവിന്റെ ഫ്രണ്ടിൽ അയാളുടെ അടുത്ത് പോയി ചോദിക്കാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഹേയ് ഡോണ്ട് കട്ട് ഇൻ ലൈൻ. അപ്പൊ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ക്യൂവിൽ ലൈൻ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇടയിൽ കയറുക, അതാണ് കട്ട് ഇൻ ലൈൻ അല്ലെങ്കിൽ കട്ട് ദ ലൈൻ. പൊതുവെ ബ്രിട്ടീഷുകാർ എന്താ ഉപയോഗിക്കുക? ക്യൂ അല്ലെ. നമ്മളും പൊതുവെ ക്യൂ എന്നാണ് പറയാ. അമേരിക്കയിൽ പക്ഷെ ലൈൻ എന്നാ പറയാ കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാരാണെങ്കിൽ ഡോണ്ട് ജംപ് ദ ക്യൂ എന്നാ പറയാ. ക്യൂവിന്റെ ഇടയിൽ കയറരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ജംപ് ദ ക്യൂ. ഗെറ്റ് ബിഹൈൻഡ് ദ റെസ്റ്റ് ഓഫ് us എന്നാണ് ആൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഗെറ്റ് ബിഹൈൻഡ്, ബിഹൈൻഡ് എന്ന് വെച്ചാൽ പുറകില്, ഗെറ്റ് ബിഹൈൻഡ് ദ റെസ്റ്റ് ഓഫ് us. ഞങ്ങൾ ബാക്കിയുള്ളവരുടെ, റെസ്റ്റ് ഓഫ് us എന്ന് വെച്ചാൽ ബാക്കിയുള്ളവര്, ഞങ്ങൾ ബാക്കിയുള്ളവരുടെ പുറകിൽ പോയി നിൽക്കൂ. ഗെറ്റ് ബിഹൈൻഡ് ദ റെസ്റ്റ് ഓഫ് us. അപ്പൊ ഒരു അബദ്ധം പറ്റിയതാണല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് പറയും? ഓ സോറി അല്ലെ. സോറി പറയാം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത ഉടനെ സോറി പറയാം. ഓ ഐ എം സോറി എന്ന് പറയാം. അങ്ങനെ നമ്മൾ പോയിട്ട് ക്യൂവിന്റെ ഏറ്റവും പുറകിൽ പോയി നിന്നു. അങ്ങനെ ഓരോരുത്തർ കഴിഞ്ഞ് നമ്മൾ ഈ ചോദിക്കേണ്ട ആളുടെ ഫ്രണ്ടിലെത്തി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, കോട്ടയത്തേക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോഴാ? അതെങ്ങനെ ചോദിക്കും? എപ്പോഴാന്ന് പറയുമ്പം വെൻ. വെൻ കഴിഞ്ഞിട്ട് ഒരു വേർബ് വേണം അല്ലേ. വെൻ ഇസ്. വെൻ ഇസ് അടുത്ത ട്രെയിൻ. ദ നെക്സ്റ്റ് ട്രെയിൻ കോട്ടയത്തേക്ക്. ടു കോട്ടയം. വെൻ ഇസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കോട്ടയം. ക്ലിയർ ആയില്ലേ? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴാണ് കോട്ടയത്തേക്കുള്ള അടുത്ത ട്രെയിൻ. വെൻ ഇസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കോട്ടയം. പക്ഷെ ഇതിന് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേറൊരു രീതിയിൽ പറയാറുണ്ടല്ലേ. എനിക്ക് ഒരു കാര്യം അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഇന്നതാണ് കാര്യം. ആ രീതിയിൽ നമ്മൾ പൊതുവെ ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ആ സമയത്ത് വരുന്ന വലിയൊരു തെറ്റ് എന്താണെന്നറിയോ? ഇപ്പൊ ഇതേ സെന്റൻസ് ഐ വുഡ് ലൈക്ക് ടു നോ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഒരു കാര്യം അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഐ വുഡ് ലൈക്ക് ടു നോ എപ്പോഴാണ് കോട്ടയത്തേക്കുള്ള അടുത്ത ട്രെയിൻ. അപ്പൊ അങ്ങനെ ആ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു നോ വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു കോട്ടയം എന്ന് പറയരുത്. ആ വേർബില് അതെടുത്ത് അവസാനം പോണം. ഐ വുഡ് ലൈക്ക് ടു നോ വെൻ ദ നെക്സ്റ്റ് ട്രെയിൻ ടു കോട്ടയം ഇസ്. അപ്പൊ നമ്മൾ ചോദ്യം ചുമ്മാ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദിസ്, വെൻ ഇസ് ദാറ്റ്, ഹൗ ഇസ് ദിസ്. അങ്ങനെ സാധാരണ ചോദിക്കുമ്പോൾ ആ സെന്റൻസ് ഇസ് രണ്ടാമതായിട്ട് വരും. പക്ഷെ ആ സെന്റൻസിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഐ വുഡ് ലൈക്ക് ടു നോ, ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു, വെൻ ദ നെക്സ്റ്റ് ട്രെയിൻ ടു കോട്ടയം ഇസ്. അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഈ മെയിൻ സെന്റൻസിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഐ വുഡ് ലൈക്ക് ടു നോ പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എസ് എടുത്തിട്ട് എൻഡിലിടണം കേട്ടോ. ആ സെന്റൻസിന്റെ മറക്കരുതേ. അപ്പൊ അവിടെ ഇരിക്കണ ഓഫീസർ പറയാണ്, ഒരെണ്ണം 2 മണിക്കുണ്ട്. അതെങ്ങനെ പറയാ? ദർ ഇസ് വൺ അറ്റ് 2 PM. 2 മണിക്ക്. ഈ സമയം പറയുമ്പോൾ അറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. കൃത്യസമയം പറയുമ്പോൾ, ദിവസം പറയുമ്പോഴല്ല, സമയം പറയുമ്പോൾ. ദർ ഇസ് വൺ അറ്റ് 2 PM. കോൺട്രാക്ട് ചെയ്തിട്ട് ദർ ഇസ് വൺ അറ്റ് 2 PM. പക്ഷെ അത് കോട്ടയം എത്തുന്നത് 5 മണിക്കാണ്. ബട്ട് ഇറ്റ് വുഡ് റീച്ച് കോട്ടയം അറ്റ് 5 PM. അല്ലെ, അത് കോട്ടയത്ത് എത്തുക 5 മണിക്കാണ്. ബട്ട് ഇറ്റ് വുഡ് റീച്ച് കോട്ടയം അറ്റ് 5 PM. എന്നിട്ട് ആള് പറയാണ്, 2:30 ഒരു ട്രെയിൻ വരാനുണ്ട്. ആ ട്രെയിൻ നേരത്തെ പറഞ്ഞ ട്രെയിനിന് മുമ്പേ എത്തും. അതെങ്ങനെ പറയും? ദ ട്രെയിൻ അറൈവിംഗ് അറ്റ് 2:30. 2:30 ഇവിടെ എത്തുന്ന ട്രെയിൻ. ദ ട്രെയിൻ അറൈവിംഗ് അറ്റ് 2:30. അപ്പൊ ഫ്യൂച്ചർ ആണല്ലേ. എ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 2:30 എന്ന് പറയുന്നതിന് പകരം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്, എന്തെങ്കിലും ഒരു നിശ്ചിത സമയത്ത് ഒരു കാര്യം നടക്കാനുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അപ്പൊ അതാണ് ഇവിടെ അങ്ങനെ പറയുന്നത് കേട്ടോ. ദ ട്രെയിൻ അറൈവിംഗ് അറ്റ് 2:30. അത് എങ്ങനത്തെ ട്രെയിനാണ്? ഇസ് എൻ എക്സ്പ്രസ് ട്രെയിൻ. അതൊരു എക്സ്പ്രസ് ട്രെയിൻ ആണ്. ദ ട്രെയിൻ അറൈവിംഗ് അറ്റ് 2:30 ഇസ് എൻ എക്സ്പ്രസ് ട്രെയിൻ. അത് ഇതിനു മുമ്പേ എത്തും. അങ്ങനെ പറയാ. ആൻഡ് ഇറ്റ് വുഡ് റീച്ച് ഏർലിയർ. കുറച്ചുകൂടെ മുമ്പ് എത്തും. ആൻഡ് ഇറ്റ് വുഡ് റീച്ച് ഏർലിയർ എന്ന് വെച്ചാൽ കുറച്ച് മുമ്പേ കേട്ടോ. ഏർലിയർ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, വില്ലും വുഡും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്ക്. വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിർബന്ധമായിട്ടും ആ സംഭവം അങ്ങനെ സംഭവിക്കും എന്നുള്ള ഉറപ്പിൽ പറയുന്നതാണ്. വുഡ് എന്ന് പറയുമ്പോൾ ആ ഉറപ്പ് ഇത്തിരി കുറയും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ സെന്റൻസുകളിൽ വുഡ് ഉപയോഗിക്കണേ. നമുക്ക് കുറച്ച് സേഫ് ആയിട്ട് സംസാരിക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വില്ല് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അവൻ പറഞ്ഞു അവൻ വരുന്നു, ഹി സെഡ് ഹി വുഡ് കം ആണ്, ഹി വിൽ കം അല്ല അവിടെ. എന്നുവെച്ചാൽ അവൻ എങ്ങനെയാ പറയാ, ഐ വിൽ കം. അവൻ പറഞ്ഞത് ഐ വിൽ കം, അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. എന്നാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ അടുത്ത് പറയുമ്പോൾ ഹി സെഡ് ഹി വിൽ കം അല്ല, ഹി സെഡ് ഹി വുഡ് കം. അപ്പൊ വുഡാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, വില്ല് വുഡ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുറച്ച് സേഫ് ആയിട്ട് കളിക്കണമെങ്കിൽ വുഡ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യും, ഞാൻ വരും, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഐ വിൽ കം, ഐ വിൽ ഗോ, ഐ വിൽ ബൈ, അങ്ങനെ നമ്മൾ സ്വന്തം എന്തെങ്കിലും കാര്യം ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാം. അല്ലാത്ത കേസസിൽ വുഡ് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചുകൂടെ സേഫ് ടോ. അപ്പൊ എക്സ്പ്രസ് ട്രെയിൻ ആണ് നല്ലതെന്ന് നമുക്ക് തോന്നി. കാരണം 2:30 വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തൂലോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അതിൽ ടിക്കറ്റിന്റെ വില എത്രയാ? അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ദ ടിക്കറ്റ് ഫോർ ദ എക്സ്പ്രസ് ട്രെയിൻ? എക്സ്പ്രസ് ട്രെയിനിന്റെ ടിക്കറ്റിന് എത്രയാണ്? ഹൗ മച്ച് ഇസ് ദ ടിക്കറ്റ് ഫോർ ദ എക്സ്പ്രസ് ട്രെയിൻ? 200 രൂപയാണെങ്കിൽ ഇങ്ങനെ പറയാം, 200 rupees എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ഉണ്ടാക്കാം നമുക്ക്. ഇറ്റ് ഇസ് 200 rupees. അത് എന്നുള്ള അർത്ഥത്തിൽ അത് ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവം പറയാം കേട്ടോ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ കാശ് കുറവാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കാർഡ് വെച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ പേയ്മെന്റ് നടത്താൻ പറ്റുമോ, നിങ്ങൾ എടുക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണേ. അങ്ങനെ ചോദിക്കുക, കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ പറയണത്? ക്യാൻ ഐ പേ ബൈ കാർഡ്? കാർഡ് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുമോ? ക്യാൻ ഐ പേ ബൈ കാർഡ്? ഇത് വേറൊരു യൂസേജ് കേട്ടിരിക്കണേ, ക്യാൻ ഐ പേ വിത്ത് എ ക്രെഡിറ്റ് കാർഡ്? എൻ്റെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്യാൻ ഐ പേ വിത്ത് എ ക്രെഡിറ്റ് കാർഡ്? പൊതുവെ ഈ 2 യൂസേജ് ആണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ പറയാണ്, പറ്റും, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിക്കണം. ഞാനൊരു ഇൻഫർമേഷൻ ഡെസ്കിൽ ഇരിക്കുന്ന ആളാണ്, എനിക്കിതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആൾ പറയാണ്. എങ്ങനെയാ പറയാ? യെസ് യു ക്യാൻ. അപ്പൊ ആൾ ചോദിച്ചില്ലേ, ക്യാൻ ഐ പേ ബൈ കാർഡ് എന്ന്? കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റുമോ? പേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് അടയ്ക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പം പറ്റും എങ്ങനെയാ പറയണത്? യെസ് യു ക്യാൻ. ക്യാൻ ഐ എന്ന് ചോദിച്ചപ്പോൾ യെസ് യു ക്യാൻ. എന്നിട്ട് പറയാണ്, ബട്ട് യു ഹാവ് ടു ഗോ ടു ദ ടിക്കറ്റ് കൗണ്ടർ. നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു ഗോ ടു ദ ടിക്കറ്റ് കൗണ്ടർ. നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ഇൻഫർമേഷൻ ഡെസ്ക് ആണെന്നാണ് ആൾ പറയുന്നത്. ദിസ് ഇസ് ദ ഇൻഫർമേഷൻ ഡെസ്ക്. ഇത് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, വിവരം നൽകുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അല്ല, ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത് ഞാൻ എന്താ ചോദിക്കുക, എവിടെയാണ് ഈ സ്ഥലം അല്ലെ? വേർ ഇസ് ദ ടിക്കറ്റ് കൗണ്ടർ? എവിടെയാണ്? വേർ ഇസ് ദ ടിക്കറ്റ് കൗണ്ടർ? അപ്പൊ നേരത്തെ നമ്മൾ എപ്പോഴാണെന്ന് എങ്ങനെ പറഞ്ഞേ, വെൻ ഇസ് ദ ട്രെയിൻ അല്ലെ? അപ്പൊ കണ്ടോ, വേർ ഇസ്, വെൻ ഇസ്. അപ്പൊ ഈ ഇങ്ങനത്തെ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അത് ആ പാറ്റേൺ ഒന്ന് മനസ്സിലോർത്ത് വെക്കണേ. അപ്പൊ ഓഫീസർ പറയണ, നേരെ പോയിട്ട് നിങ്ങളുടെ ഇടതുവശത്ത് അവിടെ കാണാൻ പറ്റും. അതെങ്ങനെ പറയാ? ഗോ സ്ട്രെയിറ്റ് ആൻഡ് ഇറ്റ്സ് ഓൺ യുവർ ലെഫ്റ്റ്. നേരെ പോവുക, എന്നിട്ട് നിങ്ങളുടെ ഇടതുവശത്ത് ടിക്കറ്റ് കൗണ്ടർ കാണും. ഗോ സ്ട്രെയിറ്റ്, നേരെ പോവുക, ആൻഡ് ഇറ്റ് ഈസ് ഓൺ യുവർ ലെഫ്റ്റ്, നിങ്ങളുടെ ഇടതുവശത്താണ് അത് ഉള്ളത്. അപ്പോൾ ഞാൻ പറയാണ്, എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്. അങ്ങനെ പറയും, ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എങ്ങനെ പറയണത്? ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറയൂന്ന് പറയില്ലേ, അതിന് യെസ് എന്ന് പറഞ്ഞാൽ മതി. യെസ്. അങ്ങനെ ഒരാളുടെ കാര്യം പറയാനുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ പറഞ്ഞോളൂ. എന്റെ ഫോണെ ചാർജ് ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? അതാണ് അടുത്ത എന്റെ ചോദ്യം. എങ്ങനെ ചോദിക്കുക? ഈസ് ദേർ എ പ്ലേസ്? എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? എന്തിനാ? ടു പ്ലഗ് ഇൻ മൈ ഫോൺ. എന്റെ ഫോണ് പ്ലഗ് ഇൻ ചെയ്യാന്ന് വെച്ചാൽ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിവെക്കുക കേട്ടോ. ഈസ് ദേർ എ പ്ലേസ് ടു പ്ലഗ് ഇൻ മൈ ഫോൺ? അപ്പൊ ഇത് എന്തായാലും പഠിച്ചോളൂ. ഈ ഫോണും പിടിച്ചെടുക്കണം നമ്മുടെ കാലഘട്ടത്തിൽ എന്തായാലും ഉപകാരം വരുന്ന സെന്റൻസ് ആണ് അല്ലെ? ഈസ് ദേർ എ പ്ലേസ് ടു പ്ലഗ് ഇൻ മൈ ഫോൺ? എന്നിട്ട് ഞാൻ പറയാണ്, എന്റെ ഫോണിക്ക് ചാർജ് ചെയ്യണം. അങ്ങനെ പറയാം, ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. അപ്പൊ ഒന്നുകൂടെ ഒരു സെന്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോൺ ചാർജ് ചെയ്യുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് കുറവാന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, സെന്റൻസ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാറ്ററി ഇപ്പൊ തീരും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ പറയില്ലേ? അങ്ങനെ പറയാം, മൈ ബാറ്ററി ഇസ് അബൌട്ട് ടു ഡൈ. കണ്ടോ, മൈ ബാറ്ററി ഇസ് അബൌട്ട് ടു ഡൈ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. എന്തെങ്കിലും ചാവാറായി, നമ്മൾ ഫോൺ ചാവാറായി, അങ്ങനെ ചിലപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷിൽ അതുപോലത്തെ ഒരു യൂസേജ് ഉണ്ട്. മൈ ബാറ്ററി ഇസ് അബൌട്ട് ടു ഡൈ. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇങ്ങനെ പറയാം. ഇത് നമ്മൾ എന്തായാലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഒരു യൂസേജ് കൂടെ പഠിച്ചു വെച്ചോളൂ.
മൈ ഫോൺ ഇസ് റണ്ണിങ് ഔട്ട് ഓഫ് ചാർജ്. റണ്ണിങ് ഓട് ഔട്ട് ഓഫ് ചാർജ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ സംഭവം തീരാറായി എന്ന് പറയുമ്പോൾ എളുപ്പം ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് റണ്ണിങ് ഔട്ട് ഓഫ് ഇറ്റ്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. വീട്ടിൽ പാല് തീരാറായി അമ്മ പറയാം, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. അല്ലെങ്കിൽ എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല, നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം, ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് ഐഡിയാസ്, എനിക്കിനി പുതിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ ആ രീതിയിൽ റണ്ണിങ് ഔട്ട് ഓഫ് സംതിങ് അതൊന്ന് പഠിച്ചു വെച്ചോളൂ, വളരെ ഉപകാരമുള്ളത്. അപ്പൊ ഈ ബാറ്ററി എങ്ങനെയാണ് തീരാറായി എന്ന് പറയുന്നത്? ഇവിടെ മൈ ഫോൺ ഇസ് റണ്ണിങ് ഔട്ട് ഓഫ് ചാർജ്. അപ്പോൾ ഓഫീസിൽ പറയണം അവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്, അതെങ്ങനെ പറയാം? ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വെയിറ്റിംഗ് റൂം ഈസ് ദെയർ. അങ്ങനെ വെയിറ്റിംഗ് റൂം അവിടെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കും. അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത്. there is a waiting room. വെയിറ്റിംഗ് റൂം ഈസ് ദെയർ എന്ന് പറയരുത്, there is a waiting room. ഇവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്, എങ്ങനെയാ പറയുന്നത്? there is a waiting room here. here എന്ന് വെച്ചാൽ ഇവിടെ. നിങ്ങൾക്ക് സ്ലീപ്പറോ അല്ലെങ്കിൽ AC ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. സ്ലീപ്പറോ ACയോ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റിംഗ് റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ എങ്ങനെയാ പറയാം? യു ക്യാൻ യൂസ് ഇറ്റ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ മാത്രം പറയണെങ്കിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയണമെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ കണ്ടീഷൻ വരികയാണ് അല്ലേ, ഇങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ മാത്രം. അപ്പൊ എന്താ ഉപയോഗിക്കുക? ഇഫ്. യു ക്യാൻ യൂസ് ഇറ്റ് ഇഫ് യു ഹാവ് എ സ്ലീപ്പർ ഓർ AC ടിക്കറ്റ്. നിങ്ങൾക്കൊരു സ്ലീപ്പർ ടിക്കറ്റോ AC ടിക്കറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ യൂസ് ഇറ്റ് ഇഫ് യു ഹാവ് എ സ്ലീപ്പർ ഓർ AC ടിക്കറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയാ? ഓ നന്ദി, എന്താ ടിക്കറ്റ് എടുത്തിട്ട് പോവാം അല്ലെ. അപ്പൊ നമ്മൾ നന്ദി പറയാൻ എങ്ങനെ പറയാം? താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാന കാര്യങ്ങൾ ആദ്യം ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് കോൺവെർസേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. വരിയിലെ ഇടയ്ക്ക് കയറില്ലെന്ന് എങ്ങനെ പറയും? ഡോണ്ട് കട്ട് ഇൻ ലൈൻ, അല്ലെങ്കിൽ ഡോണ്ട് കട്ട് ദ ലൈൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂസേജ് ആണെങ്കിൽ ഡോണ്ട് ജംപ് ദ ക്യൂ. പിന്നെ പഠിച്ച സമയം പറയുമ്പോൾ at 2 PM, at 5:30 അങ്ങനെയാണ് പറയാം. അറ്റ് വരണേ. മൂന്നാമത്തെ കാര്യം, ഇവിടെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ ചോദിക്കുക? Can I pay by card? Can I pay by card? ഫോൺ ചാർജ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ? എങ്ങനെ ചോദിക്കും? Is there a place to plug in my phone? Is there a place to plug in my phone? എന്റെ ഫോണിന്റെ ചാർജ് തീരാറായി, അതെങ്ങനെ പറയാം? My battery is about to die, അല്ലെങ്കിൽ my phone is running out of charge. ഇനി കോൺവെർസേഷൻ നോക്കാം. ഞാൻ ആദ്യം വായിക്കാം, നിങ്ങൾ നിങ്ങളുടെ പാട്ട് സ്ക്രീനിൽ വരുമ്പോൾ ഉറക്കെ പറഞ്ഞ് പരിശീലിക്കും കേട്ടോ. തുടങ്ങാം. Hey, don't cut in line. Get behind the rest of us. There's one at 2 PM, but it would reach Kottayam around 5 PM. The train arriving at 2:30 is an express train and it would reach earlier. It's 200 rupees. Yes, you can, but you have to go to the ticket counter. This is the information desk. Go straight and it's on your left. Yes. There is a waiting room here. You can use it if you have a sleeper or AC ticket. ഇനി നമുക്ക് റോൾസ് റിവേഴ്സ് ചെയ്യാം. ഞാൻ മറ്റേയാളുടെ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞത് പറയൂ കേട്ടോ. Hi, I would like to know when the next train to Kottayam is. How much is the ticket for the express train? Can I pay by card? Where is the ticket counter? I have one more question. Is there some place to plug in my phone? I need to charge my phone. My battery is about to die. Oh, thank you. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അറിഞ്ഞു വെച്ചാൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കണം. ഈ കോൺവെർസേഷൻ സീരീസ് ഇനി കണ്ടിന്യൂ ചെയ്യും. കുട്ടി കുട്ടി കോൺവെർസേഷൻസ് ഇങ്ങനെ എളുപ്പം നമുക്ക് ഓർത്ത് വെക്കാവുന്ന സെന്റൻസുകൾ വെച്ചിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കോൺവെർസേഷൻ വേണമെങ്കിൽ അതും കമന്റ്സിൽ അറിയിക്കുക, ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.